Namaskaram. ഞാൻ ദിവ്യ ഇന്നസെന്റ്, മൈൻഡ് പവർ എക്സ്പെർട്ട് ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ലൈഫ് ലൈൻ ഫൗണ്ടേഷൻ ഡോക്ടർ പി വിജയൻ ഇന്ന് നമ്മുടെ കൂടെ ഇൻഡോ അമേരിക്കൻ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ട്. മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ ജയവും പരാജയവും ഒക്കെ നിർണ്ണയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മനഃശക്തി നഷ്ടപ്പെട്ടാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലാതെ വരും, ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ലാതെ വരും, ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന തക്ക രീതിയിൽ ഫങ്ഷൻ ചെയ്യാനും പറ്റില്ലാതെ വരും. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മൈൻഡ് പവർ നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ ഇത് കൂടുതൽ പരിചയമില്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ മൈൻഡ് പവർ എന്താണ് ഡോക്ടർ? നമ്മുടെ തോട്ടിനെ, നമ്മുടെ ചിന്തകളെ നമുക്ക് ആവശ്യമുള്ള മേഖലകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിനാണ്, അതിനുള്ള ട്രെയിനിങ്ങിനാണ് മനഃശക്തി പരിശീലനം എന്ന് പറയുക. നമുക്ക് 36,000 തോട്ട് വരെ ഒരു ദിവസം മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. അതിൽ 90% ചിന്തകളും നമുക്ക് ആവശ്യമില്ലാത്ത മേഖലകളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം നമുക്ക് ആവശ്യമുള്ള മേഖലകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ, ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിശക്തമായ ഒരു വിജയം അവിടെ കൈവരിക്കാനായിട്ട് പറ്റും. നമ്മുടെ സൂര്യപ്രകാശം തന്നെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. നമ്മളവിടെ ഒരു ലെൻസ് പിടിക്കുമ്പോഴത്തേക്കും നമുക്കതിനെ ഫോക്കസ് ചെയ്ത് എന്ത് എൻ്റെ മുന്നേ കൊണ്ടുവന്നതിനെ കത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മനസ്സിൽ വരുന്ന തോട്ടിന് നമ്മൾ ആവശ്യമുള്ള മേഖലകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും ആ മുഴുവൻ ശക്തിയും നമ്മുടെ തോട്ട് മുഴുവൻ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും. അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൻ വിജയത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് എത്തിക്കുന്നതിനാണ് മനഃശക്തി പരിശീലനം നമ്മൾ കൊടുക്കുന്നത്. മനുഷ്യനായ പോസിറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസും രണ്ടും കാണില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതും പിന്നെ പോസിറ്റീവ് ഇമോഷൻസ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിന് മുമ്പ് പറയുകയാണെങ്കിൽ നമുക്ക് 2 വിധത്തിലുള്ള മനസ്സാണുള്ളത്. ഒന്ന് ബോധ മനസ്സും 2 ഉപബോധ മനസ്സും. ബോധ മനസ്സിൻ്റെ പ്രവർത്തനം നമ്മളിപ്പം സാധാരണ നമ്മളെല്ലാം പ്രവർത്തിക്കുന്ന ബോധ മനസ്സിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്. ഉപബോധ മനസ്സാണ് നമ്മുടെ ആന്തരിക കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡൈജഷൻ, ബ്ലഡ് സർക്കുലേഷൻ, ഹാർട്ടിൻ്റെ വർക്കുകൾ, നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഉപബോധം. അത് 24 ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഇമോഷൻസിൻ്റെ നല്ലൊരു ഭാഗം, നെഗറ്റീവ് ഇമോഷൻസൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ പോയി ഒന്ന് ഫ്രീസ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ഇമോഷൻസ് അതിനെ കയറിയൊക്കെ പിടിക്കും. ഇപ്പോൾ ചെറിയൊരു ട്രിഗർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കരയാറായിട്ടോ സങ്കടം വരാനോ ദേഷ്യം വരാനോ വലിയൊരു കാര്യമൊന്നും വേണ്ട. ഓൾറെഡി അവിടെ കിടക്കുന്ന ഒരു നെഗറ്റീവ് ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ കാര്യം, സ്വിച്ച് ഇടുന്ന പോലെ ചെറുതായിട്ടുള്ള സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സ്വിച്ച് പോലെ ഔട്ടർ വേൾഡിൽ ഉണ്ടാകുമ്പോഴത്തേക്കും ഇന്നർ വേൾഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീസ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഇമോഷൻസ് ഉടനെ തന്നെ ആക്ടിവേറ്റഡ് ആവും. ഉടനെ അവിടെ കിടന്ന് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ തുടങ്ങും. മൈൻഡ് പവർ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൻ്റെ NLPയുടെ ചില ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിൽ ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന മുൻകാല ഓർമ്മകളെ പലതിനെയും നെഗറ്റീവ് ഇമോഷൻസിനെ ഡിസോൾവ് ചെയ്ത് മനസ്സിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ആ തീവ്രമായ വികാരങ്ങളുടെ കാഠിന്യം കുറച്ച് ലളിതീകരിച്ച്, അതുപോലെ തന്നെ അപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസായ ആങ്കർ, ഫ്രസ്ട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജലസി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹേട്രഡ് ഇതെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലവ്, അഫെക്ഷൻ, കമ്പാഷൻ ഇങ്ങനെയുള്ള നന്മകളെല്ലാം അങ്ങ് സ്ട്രെങ്തൻ ചെയ്യുകയും നെഗറ്റീവ് ഇമോഷൻസിനെ പതിയെ പതിയെ മനസ്സിൽ നിന്ന് കളയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്മ കൂടുകയും തിന്മ വളരെ കുറയുകയും ചെയ്യും. അപ്പോൾ കാലക്രമേണ തിന്മ ഇല്ലാതാകുകയും നന്മയുടെ ഒരു ഭാഗമായി തീരുകയും ചെയ്യും. അപ്പം നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും ചെല്ലുന്നിടത്തെല്ലാം നല്ല ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള ഒരു കഴിവും നല്ലത് മാത്രം കാണാനായി എവിടെ ചെന്നാലും ആൾക്കാരിലെല്ലാം നല്ലത് കണ്ടെത്താൻ മാത്രമുള്ള ഒരു കഴിവ് നമ്മൾ ആർജിക്കാൻ തുടങ്ങും. അത് ഈ തിന്മ ഉള്ളിലൂടെ കിടക്കുമ്പോഴത്തേക്ക്, അതായത് നെഗറ്റീവ് ഇമോഷൻസ് കിടക്കുമ്പോഴത്തേക്ക് ആരെ കണ്ടു കഴിഞ്ഞാൽ അവരിലെ എല്ലാം തിന്മയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ബോഡി വാഷ് ചെയ്യുന്നുണ്ട്.
ബോഡി വാഷ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ബോഡിയിലെ അഴുക്കുകളെല്ലാം പോകും. പക്ഷെ മനസ്സിൽ പോയിട്ടുള്ള റിജക്ഷൻസ്, ഫ്രസ്ട്രേഷൻസ്, നമ്മളെ ആൾക്കാർ മുറിപ്പെടുത്തിയിട്ടുള്ളത്, വേദനിപ്പിച്ചിട്ടുള്ളത്, ഇതെല്ലാം ഉള്ളിൽ അങ്ങനെ കിടക്കുവാണ്. അതിങ്ങനെ കുമിഞ്ഞു കൂടി ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും മനസ്സിനെ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്. അതിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളിലുള്ള നന്മയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അയാളിൽ 10% തിന്മയുണ്ട്, 90% നന്മയുണ്ട്. ആ നന്മയെ നമ്മൾ കാണത്തില്ല, തിന്മ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ മനസ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന, തിന്മ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അടുത്ത ഒരു ലെവലെന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കോസൊമാറ്റിക് ഡിസീസസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ പേരിൽ വരിക. അപ്പം പിന്നെ അതിൻ്റെ പുറകെ വരാൻ പോകുന്ന അനിവാര്യമായ ദുരന്തത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അകാരണമായി നമ്മളോട് ദേഷ്യപ്പെടുകയും നമ്മളെ ഉപദ്രവിക്കുകയും ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണേണ്ടത് അവർക്ക് പുറമെ വരാൻ പോകുന്ന അനിവാര്യമായ ദുരന്തമാണ് നമ്മൾ അവരുടെ കണ്ണുകളിൽ കാണേണ്ടത്. അവരോട് നമ്മൾ ഉപദ്രവിക്കാൻ അതേ കോയിലിൽ തിരിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവർ ഒരുപാട് ഇമോഷണൽ ഡിസോർഡേഴ്സിൻ്റെ വിക്ടിംസാണ്. അപ്പോൾ അവരൊരു പേഷ്യൻറ്റിനെ പോലെ നമ്മൾ കാണണം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ ആ പ്രോഗ്രാമാണ് നമ്മൾ മൈൻഡ് പവർ പ്രോഗ്രാമിൽ കൂടെ ഇമോഷണൽ ലെവലിൽ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ പോസിറ്റീവ് തോട്ട്സും ഇമോഷൻസും കൂടി തീർത്താൽ പല രോഗങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ പറ്റുമോ? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ രോഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ആരോഗ്യത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യാൻ, യോഗ ചെയ്യാൻ, നല്ല ആഹാരങ്ങൾ കഴിക്കാൻ, ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആഹാരങ്ങൾ മാത്രം കഴിക്കാനായിട്ട്, ആരോഗ്യകരമായ ചിന്തകൾ മാത്രം, ആരോഗ്യം ഉണ്ടാകുന്ന ഭാഗത്തേക്ക് മാത്രം പോകാനായിട്ട്, ഇതിനുള്ള ചിന്തകൾ മാത്രം നമ്മളിലേക്ക് വരും. അപ്പോൾ ആരോഗ്യത്തിന് ഉതകുന്ന ചിന്ത, അതിൽ മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് മൈൻഡ് പവറിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യത്തിന് കാര്യമായ മാറ്റം വരുത്താനായിട്ട് മൈൻഡ് പവറിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ശരീരത്തിലെ ഹോർമോൺസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ശരീരം ഒരു വലിയ കെമിക്കൽ ഫാക്ടറിയാണ്. നമ്മുടെ തോട്ട് ഒരുപാട് കെമിക്കൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ദേഷ്യം വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല സന്തോഷം വരുമ്പോഴത്തേക്ക് ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ നമുക്ക് വിവിധങ്ങളായ ആയിരക്കണക്കിന് കെമിക്കൽസാണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത്. ഇപ്പോഴും ന്യൂറോ സയൻസുകൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പല കെമിക്കൽസും. ഒരുപാട് കെമിക്കൽസ് ഇങ്ങനെ ബോഡിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചിന്തകളനുസരിച്ച് ഒരുപാട് കെമിക്കൽസ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല രോഗപ്രതിരോധ ശക്തി നൽകുന്ന പോലും സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്നൊക്കെ പറയുന്ന ഒരു ശാഖ ഇന്നിപ്പോൾ അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റിയിലും വളരെ വൻതോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെ ഈ ബോഡിയിൽ ഉണ്ടാകുന്ന മരുന്നുകൾ, ഇന്ന് കെമിക്കൽ ഫാക്ടറിയിൽ മരുന്നുകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചിന്തകൾക്ക് ശരീരത്തിൽ മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി. അത് ഇമ്മ്യൂണൈസ് ചെയ്യാൻ പറ്റും. വന്ന രോഗത്തെ ശരീരത്തിൽ തന്നെ തോട്ടും കൊണ്ട് മരുന്നുണ്ടാക്കി അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പോൾ ആ മേഖലയൊക്കെ വളരെ ബൃഹത്തായ മേഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തോട്ടുകൾക്ക് ഒരുപാട് കെമിക്കൽസിനെ ബോഡിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. മനഃപൂർവ്വം കാണാൻ പറ്റുന്ന ഒന്നാണോ ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് സ്വപ്നങ്ങളെ വേണമെങ്കിൽ 2 വിധത്തിൽ എടുക്കാം. നമുക്ക് ഉറക്കം വരാൻ സമ്മതിക്കാത്തതിന് വേണേൽ സ്വപ്നങ്ങളെന്ന് പറയാം. ഒരാൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഉറക്കമേ വരത്തില്ല. ഉറക്കം വരാൻ അനുവദിക്കാത്ത ആഗ്രഹങ്ങൾ നമുക്ക് സ്വപ്നങ്ങൾ വരാം. അപ്പോൾ ആ സ്വപ്നങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ ഡോക്ടർ കലാം എപ്പോഴും പറയാമായിരുന്നു, വലിയ സ്വപ്നങ്ങൾ കാണണം, സ്മോൾ ഡ്രീം ഈസ് എ ക്രൈം എന്ന് പറയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുമായിരുന്നു, ഈ നമ്മൾ ഉറങ്ങാൻ അനുവദിക്കാത്ത ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങൾ. അപ്പോൾ അതൊരു വിധത്തിൽ സ്വപ്നങ്ങളാണെന്ന് വേണം എടുക്കാം. രണ്ടാമത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ ഉറക്കത്തിൽ കാണുന്നത് സ്വപ്നങ്ങൾ. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന ഇമേജസ് ആണ്. അപ്പോൾ അത് നമ്മൾ വളരെ ഡീപ്പർ സ്ലീപ്പിൽ പോകുമ്പോൾ കാണുന്ന ഇമേജസ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡീപ്പർ ലെവലിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള റെം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്ന ഇമേജസിനെ നമ്മൾ കാണുന്നതാണ്. അത് ചിലപ്പോൾ മൈൻഡ് പുറത്തേക്ക് പോകാം. അത് ഡ്രീം ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് തന്നെ ഒരു വലിയ സബ്ജക്റ്റ് തന്നെയുണ്ട്.
അപ്പോൾ അതിനകത്ത് പല ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്നേഹിക്കിനെ കാണുകയാണ്. സ്നേഹിക്കിനെ തന്നെ രണ്ട് വിധത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. സ്നേഹിക്കിനെ കാണുന്നത് സെക്സുമായിട്ട് വളരെ ഇത് ചെയ്യാം, അതല്ലെങ്കിൽ സ്നേഹിക്കിനെ കാണുന്നത് നോളജുമായിട്ട് സിംബോളിക്കായിട്ട് എടുക്കാറുണ്ട്. ഇങ്ങനെ അത് ഒരു വലിയ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ മേഖല തന്നെയാണ് പിന്നെ സ്വപ്നത്തെക്കുറിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്വപ്നത്തിനെ രണ്ടായിട്ട് എടുക്കാം, അതിൽ തന്നെ കാണുന്ന സ്വപ്നങ്ങളെ തന്നെ പല വിധത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു മൈൻഡ് പവറിൻ്റെ ഒരു ഉപശാഖയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പല ആൾക്കാർക്കും പുറത്തുള്ള ശക്തികൾക്കും ഒരാളിനെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും. അത് തന്നെയല്ലേ നമ്മൾ മൈൻഡ് പവർ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ? പുറത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊണ്ട് പോകാനായിട്ട് കാര്യമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പം യങ്ങായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളാണ്. സുഹൃത്തിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പിയർ പ്രഷർ, അവരെ ആര് മാറ്റിയെടുക്കുന്നോ, നമ്മുടെ സുഹൃത്തുക്കളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന വഴിക്കാണ് നമ്മുടെ ലൈഫ് പോകും. അവർ സജസ്റ്റ് ചെയ്ത് തരുന്ന, അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുക്കുന്ന വഴിക്കോടായിരിക്കും നമ്മുടെ ജീവിതം പോകുന്നത്. പേരൻസ് പറയുന്ന വഴിക്കോ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ പറയുന്ന വഴിക്കോടെ അല്ല കൂടുതൽ പോകുന്നത്. അപ്പം ഈ ഔട്ട്സൈഡ് ആൾക്കാർ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ പറഞ്ഞു തരുന്ന വഴികളാണ് പലപ്പോഴും നമ്മുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്കാണോ നമ്മുടെ ചിന്ത പോകുന്നത്, ആ ചിന്തയുടെ വഴിക്കോട്ടാണ് നമ്മുടെ ജീവിതം പോകുന്നത്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ രാത്രിയിൽ കാർ ഓടിച്ചു പോകുന്നത്, കാറിൻ്റെ ലൈറ്റ് പോകുന്ന വഴി, ആ വഴിയോടെയാണ് നമ്മുടെ കാർ കുറേ ഓടിച്ചു പോകുന്നത്. എന്നതുപോലെ തന്നെ നമ്മൾ പോകുന്നതിൻ്റെ വളരെ മുന്നേ തന്നെ നമ്മുടെ ചിന്ത പോവുകയാണ്. ആ ചിന്തയുടെ പുറകെയാണ് നമ്മൾ പോകുന്നത്. എപ്പോഴും നമ്മുടെ ചിന്തേനെ ഫോളോ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആ ചിന്തേനെ ആരൊക്കെ സ്വാധീനിക്കുന്നു, ആ സ്വാധീനിക്കുന്ന കൂടെ, അപ്പോൾ ആരാണോ നമ്മുടെ ചിന്ത സ്വാധീനിക്കേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബന്ധങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ വഴി നമുക്ക് രക്ഷപ്പെട്ടു പോകാം. അപ്പോൾ അതിന് നമ്മൾ മൈൻഡ് പവറിൽ പറയുക എന്ന് പറയുന്നത് മോഡലിംഗ് എന്ന് പറയും. നമ്മൾ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാരുമായിട്ട് നമുക്ക് പരിചയമില്ലെങ്കിൽ അവരെ നമുക്ക് ആർട്ടിഫിഷ്യലി ആയിട്ടാണെങ്കിലും ഇമേജറി ആയിട്ടാണെങ്കിലും അവരുമായിട്ട് നമുക്ക് മനസ്സിൽ കമ്പനി സൂക്ഷിക്കാം. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രോഗ്രാംസും നമുക്ക് മോഡൽ ചെയ്ത് അവരിൽ നിന്ന് ചിലപ്പോൾ ഇൻസ്പിറേഷൻസ് എടുത്തുപോലെ ആ വഴിക്കാണ് നമുക്ക് പോകാനായിട്ട് പറ്റും. മൈൻഡ് പവർ പ്രോഗ്രാമിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? മൈൻഡ് പവർ പ്രോഗ്രാമിന് ശേഷം ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട്സ് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? മൈൻഡ് പവർ പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്സ് വർക്ക്ഷോപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. അപ്പം ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ മനസ്സിലല്ല ട്രെയിനിങ് കൊടുക്കുന്നത്, ഉപബോധ മനസ്സിലേക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഉപബോധ മനസ്സിലേക്ക് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഇരുത്തിയിട്ട് അവരെ എല്ലാവരും മെഡിറ്റേഷനിൽ കൊണ്ടുപോയിട്ടാണ് ട്രെയിനിങ് ആരംഭിക്കുന്നത്. അപ്പം മെഡിറ്റേഷനിൽ ഇരുത്തി ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഉപബോധ മനസ്സിൽ കിടക്കുന്ന നമ്മുടെ വികാരങ്ങളെ, പ്രത്യേകിച്ച് നെഗറ്റീവ് വികാരങ്ങളെല്ലാം പുറത്ത് എടുത്ത് കളയുക, ഡിസോൾവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മനസ്സിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യാലിറ്റി അവർക്ക് തന്നെ ബോധ്യം വന്നതിന് ശേഷം ആ ഒരു തോന്നലുകളെ, ആ റിയൽ പൊട്ടൻഷ്യാലിറ്റീനെ എത്രമേൽ ഉയരത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ അവരുടെ ലക്ഷ്യങ്ങളുമായിട്ട് കൂട്ടിയിണക്കുക. ആ ലക്ഷ്യങ്ങൾ അവരുടെ പാഷൻ എന്താണ്, ടാലൻ്റ് എന്താണ്, അവരുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ എന്താണ്, വാല്യൂസ് എന്താണ്, അതിനെ കണ്ടെത്തിയതിന് ശേഷം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. തോട്ടിനെ മൊത്തം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വെക്കാലം അത് മാത്രം കാണാൻ പറ്റിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടുന്ന എല്ലാ രീതിയിലും ആ കഴിവിനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ലൈഫിൽ ഏതാണ്ട് ഒരു GPS സെറ്റ് ചെയ്ത പോലെ എപ്പോഴും ഡയറക്ഷനുള്ളിൽ നിന്ന് കിട്ടും. അതോടുകൂടി തന്നെ ഒരു 5 മുതൽ 7 മെഡിറ്റേഷൻ വരെ ആ ദിവസം ഒറ്റ ദിവസം തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ആ മെഡിറ്റേഷന് വേണ്ടി ആളെ ഒരു TV ട്യൂൺ ചെയ്യുന്ന പോലെ, റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ ട്യൂൺ ചെയ്ത് അറ്റ്യൂൺമെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ ആൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിശീലനം, തീവ്രമായ പരിശീലനം ഒറ്റ ദിവസം കിട്ടുകയാണ്. അപ്പോൾ ആ പരിശീലനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളിന് മെഡിറ്റേഷൻ എവിടെ വെച്ച് വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ സാധ്യമാവുകയാണ്. അപ്പം മെഡിറ്റേഷൻ ചെയ്യാനുള്ള സാധ്യത വരികയാണ്. മനസ്സിലുള്ള ദുഷിച്ച ചിന്തകളെയോ ഇല്ലെങ്കിൽ നെഗറ്റീവ് വികാരങ്ങളെ മൊത്തം എടുത്ത് പുറത്ത് കളഞ്ഞു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെ കണ്ടു. ആ കാര്യങ്ങളെ മൊത്തം വ്യക്തമായി കണ്ടു, ഒരു GPS സെറ്റ് ചെയ്തു, ലൈഫിലെ ഗോൾ സെറ്റ് ചെയ്തു, അതിലേക്ക് മാത്രം പോവുകയാണ്. അപ്പോൾ ലൈഫ് ഒരു ദിവസം കൊണ്ട് തന്നെ ലൈഫിനെ മൊത്തം പുതിയ ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം. അപ്പോൾ ഉള്ളിലുള്ള യഥാർത്ഥ പവറിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു പ്രോഗ്രാമാണ് ഈ 12 hours കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നത്. അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്.
ആ പ്രോഗ്രാമിൽ വെച്ച് തന്നെ പല ആൾക്കാർക്കും ചില മിറക്കിൾസ് തന്നെ സംഭവിക്കും. അത് അവരുടെ യഥാർത്ഥ പവർ അവർക്ക് പുറത്തെടുക്കാൻ കഴിയുന്നതുകൊണ്ട് അവരിൽ നിന്ന് തന്നെ പോരുന്ന പവറാണ് അത് ചെയ്യുന്നത്. ആ മിറക്കിൾസ് അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഇറ്റേണൽ വോയിസ് പ്രോഗ്രാം. ഇൻഡോ അമേരിക്കൻ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ ഡോക്ടർ PP വിജയന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം സാധ്യമാക്കി തന്ന ഡയറക്ടർ മിസ്റ്റർ തോമസ് കൂലറിനും നന്ദി. ഈ പ്രോഗ്രാമിൻ്റെ മറ്റൊരു കോർഡിനേറ്ററായിട്ടിരിക്കുന്ന മിസ്റ്റർ ഇന്നസെന്റ് ഉലഹനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ അമേരിക്കയിലെ സന്ദർശന കാലത്ത് എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു തരികയും എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും പരിപാടികളിൽ നായത്വം വഹിക്കുകയും ചെയ്ത എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരിക്കൽ കൂടിയുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇൻഡോ അമേരിക്കൻ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിൻ്റെ ഡയറക്ടറായ മിസ്റ്റർ തോമസ് കോവല്ലൂരിനും അതിൻ്റെ കോർഡിനേറ്ററായ മിസ്റ്റർ ഇന്നസെൻ്റ് ഉലഹനും മറ്റ് പ്രവർത്തകർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങളോടൊത്ത് ഇനിയും സഹകരിക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നന്ദി.